ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസമെത്തി. രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് ബസിലിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തലേ ദിവസം ചാറ്റൽ മഴ പെയ്തിരുന്നുകൊണ്ട് ചെറിയ മഴവെള്ളമൊക്കെ റോഡിലുണ്ടായിരുന്നു. അപ്പം മറിയം സ്ട്രോളറൊക്കെ പൊക്കി പിടിച്ചിട്ട് കാറിൽ കയറിയത്. അങ്ങനെ കാർ സീറ്റിൽ കയറിയിരുന്നു. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ്. ആൾ ഫുൾ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കാറിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ സൂര്യനുദിക്കാൻ എന്തായാലും ഇപ്പോൾ 8 മണിയൊക്കെ കഴിയും. നമ്മൾ ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങോട്ടൊരു 3.5 മണിക്കൂർ, തിരിച്ചും അതേപോലെ 3.5 മണിക്കൂർ എടുക്കും. അപ്പം ഏകദേശം ഒരു 7-8 മണിക്കൂറോളം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യും. അപ്പം അതിൻ്റേതായ ഒരു ചെറിയൊരു ടെൻഷനുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഗൂഗിൾ മാപ്പിൽ നമ്മൾ തിരഞ്ഞെടുത്ത വഴി നമ്മൾ ടോളില്ലാതെ പോകാമെന്നുള്ളതാണ്. അപ്പം മാക്സിമം ഇത് നമ്മളെ ടോളിൽ നിന്ന് രക്ഷിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇപ്പോൾ സമയം തന്നെ 7:12 ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ബസ്സിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള വ്യൂസാണ്. പക്ഷേ ഇത് ഫുള്ള് ഔട്ടർ വേയിലൂടെ നമ്മൾ പോകുന്നത് കൊണ്ട് ഫുള്ള് കൃഷിസ്ഥലങ്ങളും മരങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും കാണുന്നത്. ഇതിപ്പോൾ നമ്മളൊരു പവർ സ്റ്റേഷനാണ് കാണുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ റൗണ്ട് അബൌട്ടൊക്കെ വരുന്നത്, എക്സിറ്റ് അടിക്കുന്നതൊക്കെ ഭയങ്കര ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പം അത് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മളെ കുറേ ദൂരം കൊണ്ടുപോയിട്ടായിരിക്കും നമുക്ക് പിന്നെ യൂട്ടേൺ എടുക്കാനൊക്കെ പറ്റുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരവസ്ഥയാണ്. ഇപ്പോൾ 8:12 ആയിട്ടുണ്ട് സമയം. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. കാറിലിങ്ങനെ നമ്മൾ വരുമ്പോഴും തന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു വെളിച്ചം നല്ലതായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എടുക്കാനായിട്ട് അത് മിസ്സായിപ്പോയി. അപ്പോൾ അതിൻ്റെ ബാലൻസാണ് ഈ നമ്മൾ ഈ എടുത്തേക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു പോകും. മറിയ ഒരു ടെടിയൊക്കെ ആയിട്ട് കാറിലിങ്ങനെ ഹാപ്പിയായിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണിത്. അണ്ടർഗ്രൗണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുകളിൽ റോഡാണെന്ന് തോന്നുന്നു. ഫുള്ള് ഗ്രാമപ്രദേശമാണ്. വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുള്ള് ഗ്രാമപ്രദേശമാണ്. വെയിൽ കാരണം കറക്റ്റായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. വളരെ ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല മരങ്ങൾ, ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഫുള്ള് ലെഫ്റ്റ് സൈഡിലെ വ്യൂസാണ്. ഫുള്ള് കൃഷിസ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് ലെറ്റസൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല വ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്കും. അപ്പം നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് അത് പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ ചിലത് എന്താണ്, ഈ മരങ്ങൾ ഈ റോഡിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ മരങ്ങൾ, ചെടികളൊക്കെ വളർന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ വ്യൂസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാതെ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കത് വിഷമമാവും. അയ്യോ അത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നമുക്കിങ്ങനെ വിഷമമാവും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 സൈഡ് നമ്മൾ കാണുന്നത് ഇതേപോലുള്ള സ്ഥലങ്ങളാണ്. കുറേ സ്ഥലങ്ങളിങ്ങനെ കൃഷി ചെയ്തിട്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ എനിക്ക് അധികം എടുക്കാൻ പറ്റുന്നില്ല. കാര്യം വെയിലിങ്ങനെ നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ അധികം എടുത്തിട്ടില്ല. ഇത് ഫുള്ള് ഇടത് സൈഡിലെ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറോളമായി. അപ്പം ദൈവത്തിൻ്റെ കൃപയാൽ ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ് കിട്ടിയിരിക്കുന്നത്. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം മഴയൊക്കെ ആയിരുന്നെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് പോകാനൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേനെ. അച്ചാച്ചൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഡ്രൈവിങ്ങിൽ. ഞാനും മോളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചൻ കാര്യം പറയുന്നുണ്ടെങ്കിലും ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ 10:45 ആയപ്പം കറക്റ്റ് ബസ്സിലേക്കായിട്ട് അടുത്തെത്തി. അപ്പം നെറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണിത്. നമ്മുടെ സിമ്മിൻ്റെ നെറ്റ്വർക്കെല്ലാം പോയി കിടക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ചർച്ചിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സേഫായിട്ട് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പം കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പള്ളിയുടെ തന്നെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അയാൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു. നമ്മൾ പള്ളിയിലോട്ട് നടക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹാളുണ്ട്, പിൽഗ്രിം ഹാളെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ആരാധനാലയമാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസായിട്ട്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഓഫീസായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവരുടെ ഒരു പോസ്റ്റർ പോലെ ഇവിടെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളത്തിലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് പല ലാംഗ്വേജിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചർച്ചിനെ അവർ ലേഡി ഓഫ് വാത്സല്യം എന്നും സ്ലീപ്പർ ചർച്ച് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ചർച്ചിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്നത്തെ കുർബാനയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഹോളി വാട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തൊട്ട് കുരിശ് വരച്ചിട്ടാണ് നമുക്ക് പള്ളിക്കകത്തോട്ട് കയറാൻ. അപ്പം ചേട്ടനാണെങ്കിൽ മേൽക്കുട്ടനെങ്കിലും കുരിശ് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പം ആദ്യം ജപമാലയാണ്, അതിനുശേഷം ചെറിയൊരു ആരാധനയുണ്ട്, അതിനുശേഷമാണ് കുർബാനയുള്ളത്. പള്ളിക്കകത്തുള്ള കുറച്ച് വീഡിയോസും കുറച്ച് വ്യൂസും ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ടീ റൂമും പിന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പും പിന്നെ സ്ലീപ്പർ ചാപ്പലും, അങ്ങനെ ഈ 3 മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ശരിക്കും ഇവിടെ ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഒരു ദൂരത്തിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമുള്ളത്. ഞങ്ങൾ ഇതിന് ശേഷം ഇവിടെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും കിട്ടാമെന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്താണ്, കൊന്തയുണ്ട്, ബൈബിളുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ വേവിക്കുട്ടന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. കയ്യിലിടുന്ന കൊന്തയുടെ വളകൾ, പിന്നെ അല്ലാതുള്ള മാല, ജപമാല വാങ്ങിച്ചു. പിന്നെ അല്ലാതുള്ള ലോക്കറ്റ് വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഹോളി വാട്ടർ എടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു ടാപ്പിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, അത്രയും തന്നെ എടുക്കാൻ പറ്റും. നമ്മളിനി കയറാൻ പോകുന്നത് സ്ലീപ്പർ ചാപ്പലിലേക്കാണ്. വളരെ ചെറിയ ചാപ്പലാണിത്. ഒരു 10-15 പേർക്ക് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുന്ന ചെറിയ ചാപ്പലാണ്. ഇവിടെയായിരുന്നു ആദ്യത്തെ കുർബാനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയാണ് മാതാവിൻ്റെ രൂപം, അതുപോലെ തന്നെ അൾട്ടാരി നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുള്ളത് ഇവിടെയാണ്. വളരെ ചെറിയ ഹാളാണിത്. മാതാവിൻ്റെ രൂപവും ചെറിയൊരു ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്പലിനകത്ത് നമുക്ക് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് അവിടെ ആ ബോക്സിനകത്ത് കൊണ്ടിടാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളും കുറച്ച് പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത റൂമിൽ തന്നെ വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്
സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഈ ആരാധനാ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു പിക്ചർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പള്ളിയുടെ ഒരു ഔട്ടർ ലുക്കാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ടീ ഷോപ്പിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ടിവിയുടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ചാപ്പലിനെ പറ്റിയാണ്, പിന്നെ മാതാവിൻ്റെ ഓരോ അത്ഭുതങ്ങളെ പറ്റിയൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് 2-3 ദിവസം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ പാരിഷ് തന്നെ റെഡിയാക്കി തരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവർ റൂംസ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തരും. അപ്പം നമ്മുടെ ടൈമും ഡേയ്സും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പം പീക്ക് സീസൺ ആണെങ്കിൽ നമുക്കത് കിട്ടില്ല. നമ്മൾ മാക്സിമം ഇവിടെ സ്റ്റേ ചെയ്യാൻ നോക്കി, പക്ഷേ റൂംസൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് ശേഷം കോഫി ഷോപ്പിലൊക്കെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു. സമാധാനപരമായിട്ട് നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റി. കത്തോലിക്ക സഭയുടെ വളരെ പ്രസിദ്ധമായൊരു ചർച്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മലയാളികളും കുറേ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ക്യാൻഡിൽസ് വാങ്ങിച്ച് നമ്മൾ കൊണ്ടുപോയി കത്തിക്കുന്നത്. ഇവിടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഗ്ലാസ്സിനകത്ത് മെഴുക് വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ എടുത്ത് കത്തിച്ച് അവിടെ വെച്ചിരുന്നാൽ മതി. നമ്മൾ കുർബാന കൈക്കൊണ്ട പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ സ്ഥലത്തേക്കാണ്. അതായത് നമ്മളുടെ ഈ കുർബാന നടന്ന പള്ളിയിൽ സ്ലീപ്പർ ചാപ്പലിൻ്റെ ഇടയ്ക്ക് കാണുന്ന സ്പേസാണിത്. ഇവിടെ ഒരു കുരിശിൻ്റെ വഴി ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഓരോരോ സ്ഥലങ്ങളാണിത്. നമ്മൾ ഈ നടന്നു പോകുന്നത് ശരിക്കും ഇത് പുറകോട്ടാണ്. ഇപ്പം 14 കഴിഞ്ഞു, 13 അങ്ങനെയുള്ള 14 സ്ഥലങ്ങളെ പറ്റിയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് റൗണ്ട് ചെയ്ത് നടുക്കിരിക്കാനുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പം വെങ്കുടനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിൻ്റെയും പോയി വായിക്കാൻ അറിയില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പം ഓരോന്നിൻ്റെയും പോയി പിക്ചർ കാണുക, ഓരോ സ്റ്റേജിലും പോയി പിക്ചർ കാണുക, എല്ലാം ഒന്ന് നോക്കുക, പോവുക. അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കുരിശിൻ്റെ വഴി നടത്തുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് മാതാവിൻ്റെ കുറേ പിക്ചറുകൾ വെച്ചിട്ടുണ്ട്. എല്ലാം AD കാലഘട്ടത്തിലാണ്. AD കാലഘട്ടത്തിൽ ഓരോ മാതാവിൻ്റെ പള്ളികൾ രൂപീകരിച്ചതും പള്ളികളുടെ സ്ഥലവും അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൈഡിൽ 3-4 ഫോട്ടോസായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് സ്ലീപ്പർ ചാപ്പലിൻ്റെ ഔട്ടർ ലുക്ക്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയൊരു വഴിയിലൂടെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് പിൽഗ്രിം വേയിലേക്കാണ്. പിൽഗ്രിം വേയും ഉണ്ട്, റോസറി വേയും ഉണ്ട്. അപ്പം ഞങ്ങൾ നടന്നു തുടങ്ങിയത് പിൽഗ്രിം വേയിലൂടെയാണ്. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ്. പച്ചാസ നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റോസറി വേ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്നു തുടങ്ങി. ശരിക്കും ഈ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മുടെ ചെരുപ്പെല്ലാം അഴിച്ച് മാറ്റിയിട്ട് നടക്കണം എന്നാണ് പറയുന്നത്. 5-10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്ന് വിചാരിച്ച് നടന്നതാണ്. പക്ഷേ ഒരു 15-20 മിനിറ്റ് നടക്കേണ്ടി വന്നു. നമ്മൾ പിൽഗ്രിം വേയിലൂടെ നടന്ന് എത്തുന്നത് ഈ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് ടൂറിസ്റ്റ് ബസ്സിലും, അതായത് വണ്ടി വിളിച്ച ആൾക്കാർ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുവഴി നടന്ന് നേരെ പള്ളിയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതാണ് അച്ചാച്ചൻ പറഞ്ഞു തരുന്നത്, ഇവിടെ പാർക്കിംഗ് ഏരിയ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ അതുവഴി ക്രോസ് ചെയ്ത് നമ്മൾ നേരെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിച്ചെല്ലുന്നത് ഒരു 1 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 ഒരു 1
അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പക്ഷെ അത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്താണ് മാതാവ് ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. പിന്നീട് ഞങ്ങൾ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കുറച്ച് നേരം കയറി പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്നു തുടങ്ങി. സമയം 4 മണിയോട് അടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ഇരുട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് കാർ പാർക്കിങ്ങിലെത്തി കാറെടുത്ത് വീട്ടിലേക്ക് യാത്ര തിരിച്ചു.